ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിന്നൊരു സ്പെഷ്യലായിട്ടുള്ള പയർ മുട്ട തോരൻ ഉണ്ടാക്കാവേ. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 കിലോ വരുന്ന അച്ചിങ്ങാപ്പയറാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയെടുക്കണേ. പിന്നെ എടുക്കേണ്ടത് ഒരു സവോള ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ ഒരു തുടം വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് വൃത്തിയാക്കിയെടുത്തതേ. അപ്പം നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളി ഒരു സബോള ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂടെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലൊരു ഇത്തിരി ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് വഴണ്ടി കിട്ടും. നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ആ പച്ചപ്പടമൊക്കെ ഒന്ന് മാറി ആ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയുന്ന പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ചട്ടിയിൽ വെച്ചതുകൊണ്ട് പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കിയെടുക്കണേ. അതിനുശേഷം അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ജാറിലോട്ടിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ ഇത്തിരി കടുകും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന പയർ നമുക്കൊരു ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഇത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ പയറൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് ഈ പയറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ എണ്ണയിൽ കിടന്ന് ആ അരപ്പൊന്ന് മൊരിഞ്ഞ് ശകലം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരപ്പിരിക്കുന്ന ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ നമുക്ക് ഈ പയറിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചാറ് വേണ്ട, നമുക്കിതൊന്ന് പറ്റി വരുന്ന പരുവത്തിന് കിട്ടും. അന്നേരം ബാക്കി പയർ ഇത്തിരി കൂടെ വേകാനുണ്ടെങ്കിൽ ഇത് ഈ അരപ്പിൽ കിടന്ന് വേവുകയും കൂടെ ചെയ്യും. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ട് 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ 2 കോഴിമുട്ടയിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നേരിട്ട് ഒഴിക്കാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു നുള്ളു വെളിച്ചെണ്ണ മതി. നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു നുള്ളു കറിവേപ്പിലയും കൂടി ഇട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട അതിലേക്കിട്ട് ഇത്തിരി നേരം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് ചിക്കി കൊടുക്കണം. നന്നായിട്ട് ചിക്കി മുട്ട ഇതുപോലെ പരുവത്തിലാക്കി എടുക്കണം. നന്നായിട്ട് ചിക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുത്തിങ്ങനെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന പയറിലേക്ക് നമുക്ക് ഈ ചിക്കി എടുത്തിരിക്കുന്ന മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കും. ഇപ്പം കണ്ടോ, നമ്മൾ നേരത്തെ ചേർത്ത വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കി എടുത്ത ഈ മുട്ടയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നല്ലപോലെ വെള്ളം പറ്റുന്ന പോലെ ആക്കി നല്ലൊരു തോരനാക്കി എടുക്കാം. നമുക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സെക്കൻഡ് ആദ്യം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഈ മുട്ട ഇതിലെല്ലാം ഒന്ന് പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടെ. അന്നേരത്തേനും നമുക്കിത് ഓഫ് ചെയ്ത് ഇപ്പം നമ്മുടെ കറി ഇവിടെ പറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുട്ടയും പയറും വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഈ അച്ചിങ്ങ പയറും മുട്ടയുമായിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാനും രുചിയാണ്. അപ്പം ചോറിൻ്റെ കൂടെയും
പിന്നെ വേണമെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.